വിശുദ്ധ ഖുർആൻ ലഘു വിവരണം സൂറത്തുൽ ഇസ്രാ ഓഡിയോ നമ്പർ 5 ആയത്ത് 4. ولا تقربوا مال اليتيم إلا بالتي هي أحسن حتى يبلغ أشده وأوفوا بالعهد إن العهد كان مسؤولا. ولا تقربوا നിങ്ങൾ സമീപിക്കരുത് മാലൽ യതീമി യതീമിൻ്റെ അനാഥയുടെ സ്വത്തിനെ ഇല്ലാ ബില്ലത്തി ഒരു നിലക്ക് അല്ലാതെ. എങ്ങനെ? ഹിയ അഹ്സൻ ഏറ്റവും നല്ല രീതി. ഏറ്റവും നല്ല രീതിയിൽ അല്ലാതെ നിങ്ങൾ അനാഥയുടെ യതീമിൻ്റെ സ്വത്തിനെ സമീപിക്കരുത്. ഹത്താ യബ്ലുഗ അശുദ്ധ അവൻ അല്ലെങ്കിൽ അവൾ അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ശക്തി പ്രാപിക്കുന്നത് വരെ, അതായത് പ്രായപൂർത്തി ആകുന്നത് വരെ, അവർ കൈകാര്യാവകാശമൊക്കെ എത്തുന്നതിന് വരെ. അപ്പോൾ അനാഥകളുടെ സ്വത്ത് അവർക്ക് പ്രായപൂർത്തിയായി അവർ കർത്തൃത്വം വഹിക്കുന്നത് വരെ ശരിയായ രൂപത്തിൽ കൈകാര്യം ചെയ്യണം. അത് കൊണ്ട് നടക്കണം ഉത്തരവാദപ്പെട്ടവർ. അവർക്ക് പ്രായപൂർത്തിയായിട്ടില്ല, അപ്പോൾ അവർക്ക് ഒന്നും അറിയാനും പറ്റില്ല എന്ന നിലക്ക് അവരുടെ സ്വത്തിൽ അഴിമതി കാണിക്കരുത്. അത് ഏറ്റവും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുക എന്ന് പറയുമ്പോൾ അതെന്ത് ചെയ്യാൻ പറ്റും? അതിൽ വളരാൻ വേണ്ടിയിട്ട്, ആ സ്വത്ത് വളരുന്നതിന് വേണ്ടിയിട്ട് അത് ബിസിനസ് അങ്ങനെ നല്ല രീതിയിലുള്ള സംരംഭങ്ങളിലൊക്കെ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ അത് അവർക്ക് പ്രായപൂർത്തി ആകുന്നത് വരെ സൂക്ഷിച്ചു വെക്കുക. എന്നിട്ട് അവർക്ക് പ്രായപൂർത്തിയാകുമ്പോൾ അവരെ കൃത്യമായിട്ട് ഏൽപ്പിക്കുക. ഔഫു ബിൽ അഹദ്. പിന്നെ അടുത്തൊരു കാര്യം പറയാണ്, നിങ്ങൾ കരാറുകൾ പാലിക്കുകയും. ഇത് പരസ്പരം ബന്ധപ്പെട്ടതുമാണ്. അല്ലാതെയും കരാറുകൾ പാലിക്കുക എന്നുള്ള പൊതുവായിട്ടും സത്യവിശ്വാസിയുടെ ഒരു സ്വഭാവമാണ്. ഇന്നൽ അഹദ നിശ്ചയം അഹദ് കരാർ എന്നത് കാന മസ്ഊല അത് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ അത് സംബന്ധിച്ചൊരു ഉത്തരവാദിത്വമുണ്ട്, മസ്ഊലിയത്തുണ്ട് എന്നതാണ്. അപ്പോൾ അനാഥ സംരക്ഷണം, വാഗ്ദാന പാലനം, ഈ 2 സുപ്രധാന കാര്യങ്ങളാണ് ഈ ആയത്തിൽ പരാമർശിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരാൾക്ക് വാഗ്ദാനം പാലിക്കുക എന്ന് പറഞ്ഞാൽ വിശ്വസ്തനായ ആൾക്ക് വാഗ്ദാനം പാലിക്കാൻ പറ്റും. ശരിയായ വിധത്തിൽ അനാഥരുടെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാനും വിശ്വസ്തതയുള്ള ആൾക്ക് സാധിക്കുകയുള്ളൂ എന്നതാണ്. അതൊരു അമാനത്താണല്ലോ. അനാഥകളുടെ സ്വത്ത് കൈകാര്യം ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ആ സ്വത്ത് ഒരു അമാനത്താണ്. അത് അയാൾ അതിൻ്റെ സമയം കഴിയുമ്പോൾ ആ അനാഥക്ക് തിരിച്ചു കൊടുക്കാനുള്ളതാണ്. അത് കൃത്യമായിട്ട് അയാൾ അത് കൈകാര്യം ചെയ്യേണ്ടതാണ്. ഇനി ഉടമ്പടികൾ പാലിക്കുക എന്നതും സത്യവിശ്വാസിയുടെ ഒരു പ്രധാന സവിശേഷതയാണ്, ഒരു നല്ല സ്വഭാവ ഗുണമാണ്. ഇതേ ആശയം തന്നെ സൂറത്തുൽ അൻആമിൽ 152 ആയത്തിൽ വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ വിശദമായിട്ടത് കാണാം. അവിടെ ولا تقربوا مال اليتيم إلا بالتي هي أحسن حتى يبلغ أشده وأوفوا الكيل والميزان بالقسط لا نكلف نفسا إلا وسعها وإذا قلتم فاعدلوا ولو كان ذا قربى وبعهد الله أوفوا ذلكم وصاكم به لعلكم تذكرون. ولا تقربوا مال اليتيم നിങ്ങൾ അനാഥരുടെ സ്വത്ത് സമീപിക്കരുത്, അതിനെ സമീപിക്കരുത്. ഇല്ലാ ബില്ലത്തി ഹിയ അഹ്സനു ഏറ്റവും നന്നായുള്ളതെന്തോ അതനുസരിച്ച്, ആ രീതിയിൽ അല്ലാതെ. ഹത്താ യബ്ലുഗ അശുദ്ധ അവരുടെ ശക്തി പ്രാപിക്കുന്നത് വരെ, അവൻ്റെ ശക്തി പ്രാപിക്കുന്നത് വരെ, അതായത് അവർക്ക് പ്രായപൂർത്തിയാകുന്നത് വരെ. വഔഫുൽ കൈല നിങ്ങൾ അളവ് പൂർത്തിയായി നൽകുക. വൽ മീസാന തൂക്കവും. ബിൽ ഖിസ്തി ന്യായമുറപ്രകാരം അല്ലെങ്കിൽ നീതിമുറപ്രകാരം. ലാ നുകല്ലിഫു നഫ്സൻ നാം ഒരാളെയും നിർബന്ധിപ്പിക്കുന്നില്ല അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കുന്നില്ല, ശാസിക്കുന്നില്ല. ഇല്ലാ വുസ്അഹ അതിൻ്റെ കഴിവിൽപ്പെട്ടത് വുസ്ഇൽപ്പെട്ടത് അല്ലാതെ. അള്ളാഹു പറയുന്നു
വഇദാ ഖുൽതും നിങ്ങൾ പറയുകയാണെങ്കിൽ, ഒരു കാര്യം പറയുകയാണെങ്കിൽ ഫഅദിലു നിങ്ങൾ നീതി പറയാം. അതിലായിരിക്കണം പറയുന്നത്, ജസ്റ്റിസ് ആയിരിക്കണം, നീതി ആയിരിക്കണം. വലൗ കാന ദാ ഖുർബ അതിന് സ്വന്തം ബന്ധുവാണെങ്കിലും, അതായത് പറയപ്പെടുന്നത് ആരെ സംബന്ധിച്ചാണ്, ബന്ധുവിനെ കുറിച്ചാണ് എങ്കിൽ പോലും അന്യായമായത് പറയാൻ പാടില്ല. ബന്ധുവിന് വേണ്ടിയിട്ട് അയാൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അന്യായമായ കാര്യം പറയാനൊന്നും പാടില്ല. വബി അഹ്ദില്ലാഹി അള്ളാഹുവിൻ്റെ കരാർ അല്ലെങ്കിൽ അള്ളാഹുമായുള്ള കരാർ ഔഫു നിങ്ങൾ പൂർത്തീകരിക്കും. ദാലിക്കും വസ്വാകും ബിഹി അതാണ് നിങ്ങൾക്ക് വസിയത്ത് നൽകപ്പെടുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വസിയത്ത് നൽകുന്നത്. അവൻ അള്ളാഹു നിങ്ങൾക്ക് വസിയത്ത് നൽകിയത് ലഅല്ലക്കും തദക്കറൂൻ നിങ്ങൾ ബോധമുള്ളവരാവാൻ ഉറ്റാലോചിക്കാൻ വേണ്ടി എന്ന്. ഇനി മറ്റൊരിടത്ത് ഖുർആനിൽ അനാഥരുടെ സ്വത്ത് കൈകാര്യം ചെയ്യുന്ന വിഷയം പറയുന്നത് കാണാം. ഇന്നല്ലദീന യഅ്കുലൂന അംവാലൽ യതാമാ ദുൽമാ ഇന്നമാ യഅ്കുലൂന ഫീ ബുതൂനിഹിം നാറാ വസയസ്ലൗന സഈറാ. ഇന്നല്ലദീന യഅ്കുലൂന അംവാലൽ യതാമ യതീമുകളുടെ അംവാൽ മാലിൻ്റെ ജമു ബഹുവചനാണ്. സ്വത്തുക്കൾ ഭക്ഷിക്കുന്നവർ ആരോ അവർ ദുൽമ അതിക്രമമായിട്ട് ഇന്നമായ കുരുന നിശ്ചയം അവർ ഭക്ഷിക്കുന്നത് എന്തുമാത്രമാണ് ഫീ ബുതൂനിഹിം അവരുടെ വയറുകളിൽ നാറ നരകം തീ മാത്രമാണ് അവർ ഭക്ഷിക്കുന്നത്. വസയസ്ലൗന ശേഷം അവർ ചെന്നു ചേരുന്നതാണ് സഈറ നരകാഗ്നിയിൽ എന്ന്. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹദീസുകൾ കാണാം. അൻ അബീ ഹുറൈറത അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു 7 വൻദോഷങ്ങളെക്കുറിച്ച് പറയാണ്. ആ കൂട്ടത്തിൽ യതീമുകളുടെ സ്വത്ത് മുതൽ അപഹരിക്കുന്നതിനെ സംബന്ധിച്ചും പറയുന്നുണ്ട്. ഇജ്തനിബുസ് സബ്അൽ മുബിഖാത്ത് 7 വൻദോഷങ്ങൾ നശിപ്പിക്കുന്ന 7 കാര്യങ്ങൾ അത് നിങ്ങൾ ഉപേക്ഷിക്കുക വർജിക്കുക. ഖാലു അപ്പോൾ സഹാബാക്കൾ ചോദിച്ചു യാ റസൂലല്ലാഹ് വമാ ഹുന്ന അല്ലാഹുവിൻ്റെ റസൂലേ അവ ഏതൊക്കെയാണ് 7 വൻദോഷങ്ങൾ? ഖാല അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അശ്ശിർക്കു ബില്ലാഹ് അല്ലാഹുവിൽ ശിർക്ക് ചെയ്യും. അല്ലാഹുവിൽ ശിർക്ക് ചെയ്യുക, ഷിർക്ക് എന്ന് പറഞ്ഞാൽ വലിയ പാപമാണ്, മഹാപാപമാണ്. മാത്രമല്ല ഈ മറ്റുള്ള ദോഷങ്ങളൊക്കെ അപേക്ഷിച്ച് ഏറ്റവും വലുതാണെന്ന് മാത്രമല്ല അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന സംഗതിയാണ്. സിഹർ ആഭിചാരം എന്നത് അള്ളാഹു പവിത്രമാക്കിയ അള്ളാഹു അല്ലെങ്കിൽ നിരോധിച്ച ഒരു നഫ്സിനെ ഒരാളെ ഒരു ജീവൻ അത് അന്യായമായി വധിക്കുക എന്നത്. വാക്കിലു റിബ കഴിക്കുക ഭക്ഷിക്കുക പലിശ ഭുജിക്കുക എന്നത്. വാക്കിലു മാലിൽ യതീം ഇവിടെയാണ് നമ്മുടെ വിഷയം. യതീമിൻ്റെ സ്വത്ത് ഭക്ഷിക്കുക. വത്തവല്ലി ധർമ്മസമര ദിവസം ധർമ്മസമരത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുക. വഖദ്ഫുൽ മുഹ്സനാത്തിൽ മുഅ്മിനാത്തിൽ ഗാഫിലാത്തി നിരപരാധികളായിട്ടുള്ള സത്യവിശ്വാസികളായിട്ടുള്ള ഗുഹ്യാവയവങ്ങൾ സൂക്ഷിക്കുന്നവരായിട്ടുള്ള നല്ല പതിവ്രതകളായിട്ടുള്ള സ്ത്രീകളെ വ്യഭിചാരാരോപണം നടത്തുക എന്നത്. ഇതൊക്കെ വൻ പാപങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. വൻ പാപങ്ങൾ വേറെയുണ്ട്. ഇവിടെ പ്രത്യേകമായിട്ട് 7 വൻ പാപങ്ങളെ സബുൽ മുബിഖാത്ത് എന്ന പാപങ്ങളെ എണ്ണി പറഞ്ഞതാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് കരാർ പാലിക്കുക എന്നത് സത്യവിശ്വാസിയുടെ സ്വഭാവമാണ്. എന്നാൽ കരാർ ലംഘിക്കലോ കപട വിശ്വാസിയുടെ മുനാഫിഖിന്റെ ലക്ഷണമാണ്. ഇതും നമുക്ക് ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കാം. ഖുർആൻ ആയത്തുകൾ ശ്രദ്ധിക്കാം. വൽ മൂഫൂന ബിഅഹ്ദിഹിം ഇദാ അഹദു അബ്റാർ പുണ്യവാന്മാരെ കുറിച്ച് പറയുന്നിടത്താണ്. വൽ മൂഫൂന ബിഅഹ്ദിഹിം അവരുടെ കരാറുകൾ പൂർത്തീകരിക്കുന്നവരാണ്. ഇദാ അഹദു അവർ കരാറിൽ ഏർപ്പെട്ടാൽ അങ്ങനെയുള്ള ആളുകളാണ് സത്യവിശ്വാസികൾ എന്ന്. ഇനി സത്യവിശ്വാസികളുടെ സ്വഭാവമായിട്ട് സൂറത്തുൽ മുഅ്മിനൂൻ 8-ാമത്തെ ആയത്തിലും സൂറത്തുൽ മആരിജ് 32-ാമത്തെ ആയത്തിലും കാണാം. വല്ലദീന ഹും ലിഅമാനാതിഹിം വഅഹദിഹിം റാഊൻ വല്ലദീന അവർ ഒരു കൂട്ടരാണ് ഹും അവർ ലിഅമാനാതിഹിം അവർക്ക് വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അവരോട് വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ വഅഹദിഹിം അവരോടുള്ള കരാറുകളും റാഊൻ അവർ അത് പരിഗണിക്കും, അത് പൂർത്തീകരിക്കുന്നവരാണ്, അത് പാലിക്കുന്നവരാണ്, സൂക്ഷിക്കുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളോട് കൽപ്പിക്കുന്ന ഒരു കൽപ്പന പറയുന്നിടത്ത് സൂറത്തുൽ മാഇദ 1-ാമത്തെ ആയത്തിൽ തന്നെ അതിൻ്റെ ഭാഗം കാണാം.
യാ അയ്യുഹല്ലദീന ആമനൂ ഔഫൂ ബിൽ ഉഖൂദ്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളായിട്ടുള്ളവരെ, ഔഫു, നിങ്ങൾ പൂർത്തീകരിക്കുക, പൂർണ്ണമായി പാലിക്കുക, ബിൽ ഉഖൂദ്, നിങ്ങളുടെ കരാറുകളെ, അഖ്ദുകളെ എന്ന്. ഇനി ഹദീസുകൾ കാണാം. അൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാൽ, അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, മാ ഖതബനാ നബിയുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ ഖാൽ, ഞങ്ങൾക്ക് ഖുത്ബ പറയുമ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയാതിരുന്നിട്ടില്ല. ലാ ഈമാന ലിമൻ ലാ അമാനത ലഹ്, അമാനത്ത്, വിശ്വസ്ത, ഓണസ്റ്റി ഇല്ലാത്തയാൾക്ക് ഈമാനില്ല. വലാ ദീന ലിമൻ ലാ അഹദ ലഹ്, കരാർ പാലിക്കാത്തവന് ദീനുമില്ല എന്ന്. മറ്റൊരു ഹദീസ്, അൻ ഉബാദത്ത് ബിൻ സ്വാമിത് റളിയല്ലാഹു അൻഹു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദ്ബനൂ ലീ സിത്തൻ മിൻ അൻഫുസികും, നിങ്ങളുടെ ഭാഗത്ത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് 6 കാര്യങ്ങൾ എനിക്ക് ഉറപ്പ് നൽകണം എങ്കിൽ അളുമൻ ലക്കും അൽ ജന്ന, ഞാൻ നിങ്ങൾക്ക് സ്വർഗം ഉറപ്പ് നൽകാം. 6 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ എന്താണ്? ഉസ്ദുഖു ഇദാ ഹദ്ദസ്തും, നിങ്ങൾ പറയുമ്പോൾ സത്യം പറയണം, സത്യം മാത്രം പറയണം, കളവ് പറയരുത്. വഔഫു ഇദാ വഅദ്തും, നിങ്ങൾ വാഗ്ദാനം നൽകിയാൽ, അല്ലെങ്കിൽ വാഗ്ദാനം നൽകപ്പെട്ടാൽ അതെന്ത് ചെയ്യണം? വാഗ്ദാനങ്ങൾ, പ്രോമിസസ്, അത് നിങ്ങൾ എന്ത് ചെയ്യണം? പൂർത്തീകരിക്കണം. വഅദ്ദു, നിങ്ങൾ വീട്ടണം. ഇദാ ഉത്തുമിൻതും, നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിച്ചൊരു കാര്യം ഏൽപ്പിക്കപ്പെട്ടാൽ. വഹ്ഫദു, നിങ്ങൾ സൂക്ഷിക്കണം. ഫുറൂജക്കും, നിങ്ങളുടെ സ്ഥാനങ്ങളെ, അതായത് വ്യഭിചാരം അതുപോലുള്ള മ്ലേച്ഛ പ്രവർത്തികളിലേക്ക് പോകരുത്. വഖുദ്ദു, നിങ്ങൾ താഴ്ത്തണം. അബ്സാറക്കും, നിങ്ങളുടെ കാഴ്ചകളെ, ദൃഷ്ടികളെ, എന്ന് പറഞ്ഞാൽ ഹറാമായിട്ടുള്ള കാഴ്ചകളൊന്നും കാണരുത്. വകുഫു ഐദിയക്കും, നിങ്ങളുടെ കൈകളെ നിങ്ങൾ തടഞ്ഞു വെക്കണം, അതായത് അക്രമങ്ങളിൽ നിന്ന് തടഞ്ഞു വെക്കണം എന്നർത്ഥം. ഇനി കപടവിശ്വാസികളുടെ ലക്ഷണങ്ങൾ പറയുന്നിടത്ത് കാണാം, ഒരു ഹദീസിന് 3 ഒരു ഹദീസിന് 4 ലക്ഷണങ്ങൾ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആയത്തിൽ മുനാഫിഖ് സലാസ്, മുനാഫിഖ് കപടവിശ്വാസിയുടെ ലക്ഷണങ്ങൾ അത് 3 എണ്ണമാണ്. ഇത് അഹദ്ദസ കദബ, അവൻ കളവ് പറയുള്ളൂ, നുണയെ പറയുള്ളൂ, അറിയില്ലേ? വർത്താനം പറയുമ്പോൾ, സംസാരിക്കുമ്പോൾ അവൻ കളവ് പറയും. വഇദാ വഅദ അഖ്ലഫ, വാഗ്ദാനം നൽകിയാൽ അവൻ ലംഘിക്കും. വഇദാ തുമിന, അവൻ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ടാൽ ഖാന, അവൻ വഞ്ചിക്കും, ഖിയാനത്ത്. മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർബഉ മൻ കുന്ന ഫീഹി കാന മുനാഫിഖൻ ഖാലിസ, ആരൊരുത്തരിൽ ഏതൊരാളിൽ 4 കാര്യങ്ങളുണ്ടോ അവൻ തനിച്ച ഖാലിസായ മുഖ്ലിസായ മുനാഫിക്കാണ്. തനിച്ച മുനാഫിക്ക്, ശുദ്ധ മുനാഫിക്ക്, പ്യുവർ ആയിട്ടുള്ള കപടവിശ്വാസി. വമൻ കാനത്ത് ഫീ ഖസ്ലത്തുൻ മിൻഹുന്ന, ഇനി പറയാൻ പോകുന്ന ഈ 4 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യം ഒരാളിലുണ്ടെങ്കിൽ കാനത്ത് ഫീ ഖസ്ലത്തുൻ മിനൻ നിഫാഖി ഹത്താ യദഅ, അവൻ അത് ഉപേക്ഷിക്കുന്നതുവരെ അവനിൽ ആ കപടവിശ്വാസത്തിൻ്റെ ആ കാര്യമുണ്ട് എന്ന് പറയാം. അവനെ മുനാഫിക്ക് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും അവനിൽ കപടവിശ്വാസത്തിൻ്റെ ആ കാര്യമുണ്ട്. ഏതൊക്കെയാണ് 4 കാര്യങ്ങൾ? ഇത് തുമിന ഖാന, വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ടാൽ അവൻ വഞ്ചിക്കും. ഇത് ഹദ്ദസ കദബ, നേരത്തെ പറഞ്ഞ തൊള്ളടുത്താൽ കളവ് പറയും, സംസാരിച്ചാൽ കളവ് പറയും. ഇത് ആഹദ ഗദർ, ഇനി അവന് വാഗ്ദാനം കൊടുത്താൽ അവൻ എന്ത് ചെയ്യും? വാഗ്ദാനം നൽകിയാൽ അവൻ അതിലും വഞ്ചന കാണിക്കും, അത് പാലിക്കൂല എന്നർത്ഥം. ഇത് ഖാസമ ഫജറ, ഇനി തർക്കത്തിലേർപ്പെട്ടാൽ തെറി പിടിച്ചു പറയും, അന്യായം പ്രവർത്തിക്കും എന്നൊക്കെ.